9 വർഷങ്ങൾക്ക് ശേഷം ഷാജി പാപ്പനും കൂട്ടരും വീണ്ടും വരികയാണ്. മണ്ടത്തരത്തിന് ഒട്ടും കുറവില്ലാത്ത പാപ്പനും കൂട്ടരും ഇത്തവണ എത്തുമ്പോൾ കഥ കുറച്ചുകൂടി വലുതാകുകയാണ്. 2 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് ആടുതിരയുടേതുള്ളത് എന്നാണ് ട്രെയിലർ സൂചന നൽകുന്നത്. മുമ്പ് വന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ജോണറിൽ മാറ്റം വരുന്നുണ്ടെന്ന് അണിയറ പ്രവർത്തകരും അറിയിച്ചു. ട്രെയിൻ ട്രാവലാണ് ആടുത്രിയുടെ കഥയെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഭാവിയിലേക്കും ഭൂതകാലത്തേക്കും പോകാൻ കഴിയുന്ന ഒരു മെഷീൻ ഷാജി പാപ്പൻ ലഭിക്കുന്നതും അതിനുശേഷം നടക്കുന്ന കഥയാകും ചിത്രത്തിൻ്റേതെന്നും ചില പോസ്റ്ററുകൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ട്രെയിൻ ട്രാവലല്ല, അത് മറ്റൊരു കഥയാകും ആടുത്രിയുടെ പറയുന്ന ചില ഫാൻസ് തിയറികളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായ പടക്കളവുമായി ആടുത്രിക്ക് ബന്ധമുണ്ടെന്നുണ്ടും ഫ്രൈഡേ ഫിലിംസിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ആരംഭമാകുമെന്നാണ് ഫാൻസ് തിയറി. പടക്കളത്തിന്റെ തുടക്കത്തിൽ പറയുന്ന കഥയിൽ രാജാവിനും സുൽത്താനും ആടുത്രിയിലെ ജയസൂര്യയിലും വിനായകന്റെയും കഥാപാത്രങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാകുമെന്നാണ് തിയറി പറയുന്നത്. ക്ലാസിലെ കഥാപാത്രങ്ങളും പ്രസൻസിലെ കഥാപാത്രങ്ങളും തമ്മിൽ ബോഡി സ്വാപ്പ് ചെയ്യുന്നതാകും അടുത്തറിയുടെ കഥയുമെന്നും പടക്കളത്തിലെ കഥാപാത്രങ്ങൾ അതിഥി വേഷത്തിൽ എത്തിയേക്കാമെന്നും പോസ്റ്ററുണ്ട്. ഈ തിയറികൾ ശരിയാണെങ്കിൽ പാപ്പന്റെ കൂടെ പടക്കളം സന്ദീപിന്റെ വക മാസ് എൻട്രി ഉണ്ടാകുമെന്നും തിയറികൾ പറയുന്നു. എന്നാൽ ഫ്രൈഡേ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെങ്കിൽ വിജയബാബുവിന്റെ കഥാപാത്രം 2 സിനിമകളുണ്ടെന്നും അത് ലോജിക്കില്ലാത്ത കാര്യമാണെന്നും ചിലർ കമന്റ് ഇടുന്നു. ആട് സീരീസിലെ സർബത്ത് ഷമീറും പടക്കളത്തിലെ ഡോക്ടർ വേഷമിട്ട വിജയബാബു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ വിലങ്ങുതടിയാകുമെന്നാണ് ഈ കഥാപാത്രത്തിന്റെ കമന്റുകൾ. ആദ്യ 2 ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൻ ബജറ്റിലാണ് ആട് 3 ഒരുങ്ങുന്നത്.